പ്രചാരമുള്ള ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു കലാകാരനാണ് റാപ്പർ വേടൻ. അതുകൊണ്ട് തന്നെ ആദ്യം ലഹരി മരുന്ന് കേസിൽപ്പെട്ട സമയത്ത് പോലും വലിയ ചർച്ചയായിരുന്നു. തുടർന്ന് വേടന്റെ പാട്ടുകൾ താരതമ്യ പഠനത്തിന്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയ സമയത്ത് വിവാദത്തിലേക്ക് പോയി. അപ്പോഴെല്ലാം സർക്കാർ വളരെ ശക്തമായ നിലപാടുമായി വേടനൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു കേസ് കൂടി വരുന്നു. അത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്ന തരത്തിൽ കാണാവുന്ന ബലാത്സംഗ കുറ്റത്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു FIR ഇട്ടിരിക്കുന്നത്. ഡോക്ടറായ കോട്ടയം സ്വദേശിക്ക് നൽകിയ പരാതിയിലാണ് കേസ് വന്നിരിക്കുന്നത്. ബിനിൽ പറയൂ. മോത്തി, വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. റാപ്പർ വേടനെതിരെ ഇന്നലെ പരാതി ലഭിക്കുന്നു. വിശദമായ മൊഴി പെൺകുട്ടിയുടെ രേഖപ്പെടുത്തുന്നു. കോട്ടയം സ്വദേശിനിയാണ് പരാതിക്കാരി. ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് IPC 376 പ്രകാരമുള്ള ബലാത്സംഗ കുറ്റം ചുമത്തിയുള്ള FIR രജിസ്റ്റർ ചെയ്തത്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ 531 ക്രൈം നമ്പറായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BNS വരുന്നതിന് മുൻപ് നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ പഴയ IPC ഒഫൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FIR ആണ് പോലീസ് ഇട്ടിരിക്കുന്നത്. 2021 മുതൽ 23 വരെ ഏതാണ്ട് 2 വർഷക്കാലം തുടർച്ചയായി തന്നെ പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നതാണ് അവരുടെ ആരോപണം. അതായത് അവരുമായി അടുത്ത പരിചയവും ബന്ധമൊക്കെ വേടൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി അവരെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതാണ് അവരുടെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വേടൻ ഇന്ന് സംസ്ഥാനത്തെ ഒരു വലിയ താരമാണ്. നിരവധി സ്ഥലങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ആയിരക്കണക്കിന് പേരാണ് വേടന്റെ ഓരോ റാപ്പ് സംഗീതവും കാണാനായി കൂടി വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ബിന്നിലേക്ക് ഞാൻ മടങ്ങി വരാം. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നേരം പുലർന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. കോട്ടയം സ്വദേശിനിയായ ഒരു ഡോക്ടർ നൽകിയ പരാതിയിലാണ് FIR ഇട്ടിരിക്കുന്നത് പോലീസ്. വിശദ വിവരങ്ങൾ എന്താണ് പ്രദീപ്? പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അതേസമയം പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷം പരാതിക്കാരിയിൽ നിന്ന് വളരെ വിശദമായി മൊഴിയെടുത്തിരുന്നു. നമുക്കറിയാം, വേടൻ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി നിലവാരത്തിലുള്ള ഒരാൾ കൂടിയാണ്. നിലവിലെ മറ്റ് കേസുകളുടെ ഈ പശ്ചാത്തലം പരിഗണിച്ച് ഏതെങ്കിലും തരത്തിൽ വേടനെ കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഈ പരാതിയുടെ യഥാർത്ഥ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ പറയുന്ന കാലയളവിൽ പരാതിക്കാരിയും ഒപ്പം പരാതിയിൽ പറയുന്ന ആളും കുറ്റക്കാരനായി പറയപ്പെടുന്ന ആളും സ്ഥലത്തുണ്ടായിരുന്നു. അത്തരം പ്രാഥമിക സാഹചര്യങ്ങൾ എല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് വേടനെതിരെ കേസെടുക്കാനുള്ള തീരുമാനമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പാഠഭാഗങ്ങൾ സിലബസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏതാണ്ട് അവസാനിച്ച് വരുന്നതേയുള്ളൂ. വേടന്റെ റാപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് വലിയ വിവാദം ഉടലെടുത്തിരുന്നു. ഈ വിവാദങ്ങൾക്കൊടുവിൽ ഒരു വിദഗ്ധ സമിതിയെ ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ഒടുവിൽ ഈ ഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് കഴിഞ്ഞ ആഴ്ചയാണ് തീരുമാനമായത്. ആ ഒരു വിവാദം അവസാനിച്ച് വരുന്നതേയുള്ളൂ. ഒരാഴ്ച കഴിയും മുൻപെയാണ് മറ്റൊരു വലിയ കേസ് വേടനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറെ ആരാധകരുള്ള, ഏറെ പേർ ഇഷ്ടപ്പെടുന്ന ഒരു റാപ്പ് ഗായകനാണ് വേടൻ. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിൽ ഹരമായി മാറിയിരിക്കുന്ന ഒരു ഗായകൻ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു യുവതലമുറയിൽ നിന്ന് പ്രത്യേകിച്ച് വേടന് ഏറെ പിന്തുണ നേരത്തെ പുലിപ്പല്ലിന്റെയും മറ്റും കേസുണ്ടായ സമയത്ത് ലഭിച്ചിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അടക്കം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ തുടക്കം മുതൽ ശ്രദ്ധേയനായ ഒരാളാണ് വേടൻ എന്ന റാപ്പർ. ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച്, പാടുന്ന പാട്ടുകളിലെ വിഷയം സംബന്ധിച്ചൊക്കെ ഇക്കാര്യങ്ങൾ വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വലിയ ഓളം ഉണ്ടാക്കിയതാണ്. ചെറിയ കുഞ്ഞുങ്ങൾ അടക്കം പല പ്രായത്തിലുള്ളവർ ആരാധകരായുള്ള ഒരാളാണ് റാപ്പർ വേടൻ. എവിടെയൊക്കെ പരിപാടി നടക്കുന്നുവോ അവിടെ ജനലക്ഷങ്ങളാണ് പരിപാടിക്കായി എത്താറുള്ളത്, പിന്തുണ പ്രഖ്യാപിക്കാറുള്ളത്. ആ സാഹചര്യത്തിൽ തുടക്കത്തിൽ ഒരു ലഹരി കേസിൽപ്പെട്ടപ്പോൾ പരസ്യമായി മാപ്പ് പറയുകയുണ്ടായി താരം. കാരണം അത്രയേറെ സങ്കീർണമായ ചില നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി, ചർച്ചകളിലൂടെയും വിവാദങ്ങളിലൂടെയും കടന്നുപോയി. ഒപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് റാപ്പർ വേടന് അത്തരത്തിൽ ഒരു ഇളവ് നൽകുകയായിരുന്നു എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്തുണ നൽകുകയായിരുന്നു എന്ന് വേണം പറയാൻ. തുടർന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞ് സജീവമായി വീണ്ടും
റാപ്പർ വേടൻ പരിപാടികളിലേക്ക് മടങ്ങി വരികയാണ് ചെയ്തത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോഴിതാ വീണ്ടും ഒരു കേസ് വന്നിരിക്കുന്നത്. അതും ബലാത്സംഗ കേസാണ്. മാതൃഭൂമി ന്യൂസാണ് ഇക്കാര്യം ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, പങ്കുവയ്ക്കുന്നത്. ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഡോക്ടറായ കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് ഇക്കാര്യം പോലീസിന്റെ മുന്നിൽ പറയുന്നത്. അഭിഭാഷകയോടൊപ്പം എത്തി ഇക്കാര്യങ്ങൾ പങ്കുവച്ചു എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏറ്റവും ആദ്യം ഈ വാർത്ത മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകർക്കായി നൽകുന്നത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രദീപ്, ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു കലാകാരൻ എന്നുള്ള നിലയിൽ കൂടി ശ്രദ്ധേയനാണ് ഈ റാപ്പർ വേടൻ. ഇനി എങ്ങനെയായിരിക്കും വേടന്റെ ഒരു സംഗീത ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലൊക്കെ ഈ കാര്യങ്ങൾ പ്രശ്നമായി മാറുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കേണ്ടി വരും? നേരത്തെ മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിന്റെ സാഹചര്യത്തിൽ വേടന് ലഭിച്ച ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു പിന്തുണ സ്വാഭാവികമായും ഇത്തരമൊരു കേസിൽ ഒരിക്കലും ലഭിക്കാൻ ഇടവരില്ല. മാത്രമല്ല, നമ്മളുടെ ഒരു ധാർമ്മികതയുടെ അളവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഒരു കേസിൽപ്പെട്ട ഒരാൾക്ക് അത്തരത്തിൽ ഒരു ധാർമ്മികമായി പിന്തുണ നൽകുന്നത് ശരിയുമല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ വേടനെ പിന്തുണച്ചിരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഇല്ലെങ്കിൽ സാമൂഹിക സംഘടനകളോ സാംസ്കാരിക രംഗത്തുള്ള ആളുകളോ ഒന്നും ഈ ഒരു കേസിൽ വേടന് പിന്തുണയുമായി വരാനുള്ള സാധ്യത തുലോം വിരളമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് അവരുടെ കൂടി ധാർമ്മികതയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഈ യുവതി നൽകിയിരിക്കുന്ന പരാതിയുടെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം ആ കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വെളിവാകേണ്ടതുണ്ട്. കാരണം ഒരു പീഡന കേസ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ തീവ്രതയ്ക്ക് അപ്പുറം അത്തരത്തിലൊരു മോശമായൊരു പ്രവൃത്തി പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ നോക്കേണ്ടി വരുന്നത്. ഇവിടെ പോലീസും അക്കാര്യം തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്. പരാതിക്കാരി നൽകിയിരിക്കുന്ന മൊഴി പ്രാഥമിക ഘട്ടത്തിൽ വിശദമായി പരിശോധിച്ച് തന്നെയാണ് വേടനെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അഭിഭാഷകയുമായി കൂടിയാലോചിച്ച് അവർക്ക് ഒപ്പം സ്റ്റേഷനിലെത്തിയാണ് ഈ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തൃക്കാക്കരയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ ഒരു നിബന്ധന വെച്ചിരുന്നത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചകളിൽ ഫോറസ്റ്റ് ഓഫീസിലെത്തി ഒപ്പ് രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. 2 മാസക്കാലത്തേക്കായിരുന്നു ഈ ഒരു നിബന്ധന വെച്ചിരുന്നത്. ഈ കാലാവധിയൊക്കെ ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. വേടൻ വീണ്ടും വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സർക്കാരിൻ്റെതുൾപ്പെടെ വിവിധ പൊതുപരിപാടികളിൽ വേടൻ സജീവമായിരുന്നു. അവിടെയൊക്കെ മുൻപ് ഇല്ലാതിരുന്ന തലത്തിൽ പലയിടങ്ങളിലും മുൻപ് ഇല്ലാതിരുന്ന തരത്തിൽ ആൾക്കൂട്ടം കൂടുകയും വേടന് പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അവിചാരിതമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പീഡന കേസിൽ കൂടി വേടൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. വേടൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ പരിപാടികളുമായി അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ എവിടെയാണുള്ളതെന്ന് വ്യക്തത കൈവന്നിട്ടില്ല. ഈ ഒരു കേസ് സംബന്ധിച്ച് വേടന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനേജറുടെയോ ഒന്നും പ്രതികരണം നിലവിൽ ലഭ്യമായിട്ടുമില്ല. എന്തായിരുന്നാലും കേസിന്റെ തുടർ നടപടികളുമായി മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി എഫ്ഐആർ ഇട്ടിരിക്കുന്നു. കോട്ടയം സ്വദേശിനിയായ ഡോക്ടർ യുവതി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ ഇതിനെ കാണാനാവുക. വിശദ വിവരങ്ങൾ കൂടുതലായി ലഭ്യമായി തുടങ്ങുന്നതേയുള്ളൂ. പ്രാഥമിക വിവരമെന്ന നിലയിലാണ് പ്രേക്ഷകരുമായി ഇക്കാര്യം പങ്കുവയ്ക്കുന്നത്. റാപ്പർ വേടനെതിരെയാണ് ഇത്തരത്തിൽ ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC നിയമപ്രകാരമാണ് ഭാരത ന്യായ സംഹിത വരുന്നതിന് മുൻപ് ഉള്ള നിയമ സംവിധാനങ്ങൾ അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 വർഷക്കാലമായി തുടർച്ചയായി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. വിവാഹ വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ വഞ്ചിച്ചത് എന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കാലയളവ് പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.